നമസ്കാരം. ചില ആഴ്ചകൾ ചില രാശിക്കാർക്ക് വലിയ രീതിയിലുള്ള ഗുണഫലങ്ങൾ കൊണ്ടുതരാറുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശേഷി അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ചില രാശിക്കാരെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. വരുന്ന ആഴ്ച ഈ രാശിക്കാർക്ക് ഏറെ ഗുണഫലങ്ങൾ നൽകുകയാണ്. ചില സവിശേഷമായ പ്രത്യേകതകൾ ഈ രാശിക്കാർക്ക് വരുന്ന ആഴ്ച ലഭിക്കുന്നു. ഇവർക്ക് വലിയ സൗഭാഗ്യം ലഭിക്കുകയും പലവിധത്തിലുള്ള നേട്ടങ്ങളും മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. സാമ്പത്തികമായുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നു. ദാമ്പത്യ ബന്ധത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ദാമ്പത്യ ബന്ധത്തിൽ കെട്ടുറപ്പുണ്ടാകുന്നു എന്നതൊക്കെയാണ് പ്രത്യേകതകൾ. രാശിക്കാർ ഏതൊക്കെയാണ് എന്ന് നോക്കാം. മേടം രാശി. മേടം രാശിക്കാർക്ക് കൈ നിറയെ ഭാഗ്യം തേടിയെത്തുന്നു. ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അത് മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇന്നത്തെ അസ്തമയത്തോടുകൂടി നിങ്ങളുടെ സമയം തെളിയുകയാണ്. അനുകൂലമായി മാറുന്ന പല നേട്ടങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജോലിയിൽ ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല നേട്ടങ്ങളും നേടിത്തരുന്നു. ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട എല്ലാ പ്രധാന തീരുമാനങ്ങളും ഏറ്റെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിങ്ങൾക്ക് മികച്ച നിക്ഷേപത്തിനുള്ള സമയമാണ്. സാമ്പത്തികമായിട്ട് ഏറെ നേട്ടമുണ്ടാകും. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. ഇനി ജോലിയിൽ ഉന്നത സ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളും ഈ രാശിക്കാരിലുണ്ട്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നു. മുതിർന്നവർ നിങ്ങളെ ഉപദേശിക്കും. മുതിർന്നവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നത് വളരെ നല്ലതാണ്. പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിന് പറ്റിയ സമയമാണ്. ബിസിനസ്സിലൊക്കെ പല പ്രശ്നങ്ങളാൽ നഷ്ടം സഹിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരുന്ന ആഴ്ചയിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക. ശിവന് നിങ്ങൾ അർച്ചനകൾ നടത്തുക. മാത്രവുമല്ല, ശിവന് നിങ്ങൾക്ക് ജലധാര നൽകുന്നതും വളരെ നല്ലതാണ്. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഏത് കാര്യത്തിലും പ്രോത്സാഹനം ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും. ആരോഗ്യം നിങ്ങളുടെ വളരെ മെച്ചപ്പെടും. ഏറെ നാളായി ചില അസുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഇരുന്ന ആളുകൾ, ആരോഗ്യകാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ വളരെ മികച്ച രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളെ ഏറെ നാളായി അലട്ടിയിരുന്ന രോഗാവസ്ഥകളിൽ നിന്നും മുക്തി നേടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുന്നതായിട്ട് കൂടി കാണുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും അതിലൂടെ സാമ്പത്തിക ലാഭം നേടിയെടുക്കുന്നതിനും നിങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പണം കൈ നിറയെ നിങ്ങളെ തേടി എത്തുന്നു. പ്രതിസന്ധികളിൽ നിന്നെല്ലാം എന്നേക്കുമായി പരിഹാരം കാണുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയും പുതിയ ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. ഏറെ നാളായി നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ബിസിനസ്സിന് വേണ്ടി. പക്ഷെ പണമില്ല. പലവിധ കാര്യങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പല സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരും. മാത്രമല്ല, നിങ്ങൾക്ക് പുതിയ ചില സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. അത് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഇന്നത്തെ അസ്തമയത്തോടുകൂടി അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ രാശിയിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും തേടിയെത്തുന്നു. ശ്രദ്ധയോടെ മുന്നോട്ട് പോയാലും നിങ്ങൾ മാറ്റങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട.
ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുന്നു. സഹോദരങ്ങളുമായും മറ്റ് ബന്ധുക്കളുമായും ഒക്കെയുള്ള അടുപ്പം വർദ്ധിക്കുന്നു. ബന്ധുക്കൾക്കിടയിലൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി നിങ്ങളൊക്കെ അടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നു. നിങ്ങൾക്ക് അതിയായ ഈശ്വര അനുഗ്രഹം ലഭിക്കുകയും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകാൻ തുനിയുകയും ചെയ്യുന്നു. ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ രാശിക്കാർക്ക്. സാമ്പത്തികമായി അനുകൂലമാണ്. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് വിദേശ പഠനത്തിന് മിനക്കിടുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ഇന്നത്തെ അസ്തമയത്തോടുകൂടി, അതായത് അടുത്ത ഒരാഴ്ചക്കാലം വളരെ നേട്ടങ്ങളുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തേടിയെത്തുന്നു. മാത്രവുമല്ല, നിങ്ങൾ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നു. നിങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ ഒക്കെ സമ്മാനമായി ലഭിക്കാനുള്ള അവസരം കൂടി കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ട്. മാത്രവുമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് ചില സമ്മാനങ്ങളോ പണമോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏറെ നാളായി നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതികൾ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണിയാനുള്ള ആഗ്രഹമോ സ്ഥലം വാങ്ങാനുള്ള ആഗ്രഹമോ വാഹനം വാങ്ങാനുള്ള ആഗ്രഹമോ, അങ്ങനെ എന്തുമാകട്ടെ, അത് പൂർത്തീകരിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. സാമ്പത്തിക സ്ഥിതി മികച്ചതാകുന്നു. എല്ലാവിധത്തിലുള്ള പിന്തുണയും നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന യോഗങ്ങളായിക്കോട്ടെ, മീറ്റിങ്ങുകളായിക്കോട്ടെ, അങ്ങനെ അതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. തുലാം രാശിയിൽപ്പെട്ട രാഷ്ട്രീയക്കാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും മികച്ച സമയമാണ്. ഇവർക്ക് സംഘടനാ തലത്തിലൊക്കെ നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കും. കലാപ്രവർത്തകർക്ക് നല്ല വേദികൾ ലഭിക്കും. ഉന്നതരുമായിട്ട് വേദി പങ്കിടാനുള്ള അവസരങ്ങളും ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് പോകാനുള്ള അവസ്ഥകളുമൊക്കെ ഉണ്ടാകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്.